ഡാ നീ ഉറങ്ങിയില്ലേ? ആ ഏട്ടാ. ഡാ നീ കരയുമായിരുന്നോ? കരയാനോ? ഞാനോ? ഏട്ടന് തോന്നിയതായിരിക്കും. നിരഞ്ജ, നീ ആരോടാ കള്ളം പറയുന്നത്? നിന്റെ ഏട്ടനോടോ? നിന്റെ മുഖം ഒന്ന് വാടിയ ഈ ഏട്ടനെ മനസ്സിലാവും. ആ എന്നോടാണോ നീ ഒളിക്കാൻ നോക്കുന്നത്? നീ മാതിരിയെ പറ്റി ഓർക്കുമായിരുന്നു? ഓർക്കാനായിട്ട് ഞാനവളെ മറന്നിട്ടില്ലല്ലോ ഏട്ടാ. ഡാ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അവളിനി ഇല്ല. ഏട്ടാ അങ്ങനെ മാത്രം പറയരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അവള് ജീവിക്കുന്നുണ്ട്. എൻ്റെ ഓരോ ശ്വാസത്തിലും അവളുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടുപ്പിലും അവളുണ്ട്. നിരഞ്ജ. ഏട്ടാ ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന അത് സഹിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, എൻ്റെ മാതിരി. അവൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും ഏട്ടാ. പിന്നെ ഏട്ടാ പോയി ഉറങ്ങിക്കോ. നാളെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യേണ്ടതല്ലേ? പോയിക്കോ ഏട്ടാ, ഐ എം ഫൈൻ. കുക്കു, ഇതെന്താ മോളെ ആകെ നനഞ്ഞ പോലെ ഉണ്ടല്ലോ? അങ്ങേരുടെ പണിയാ ആ കുരങ്ങഞ്ചന്റെ. ആര്? ഓ, നിരഞ്ജന്റെ. ഓഹോ, നിങ്ങളുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അത് ഈ അടുത്ത കാലത്തൊന്നും തീരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കഴിഞ്ഞ ജന്മത്തിൽ അയാളെ കൊന്നത് ഞാനാണെന്നാ തോന്നുന്നത്. അതാ ഈ ജന്മത്തിൽ അത് ആവർത്തിക്കാൻ വേണ്ടി അങ്ങേര് എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. നിനക്ക് തോന്നുന്നതാ കുക്കു, നിരഞ്ജനൊരു പാവമല്ല, പാവാട. അല്ലേലും ചേച്ചിക്കിപ്പോൾ അങ്ങേരോട് ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്. കെട്ടാൻ പോകുന്ന ആളിൻ്റെ അനിയനല്ലേ, അതുകൊണ്ടാവും അല്ലേ? കുക്കു നീ ചെല്ല, ഇപ്പോൾ ഡ്രസ്സ് മാറ്, ഇല്ലെങ്കിൽ പനി പിടിക്കും. ആ ചേച്ചി, ഞാനിപ്പോൾ വരാം. കുക്കു, ഈ ചേച്ചിക്ക് എന്നും നീ തന്നെ പ്രിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോക്ക് ദോഷം വരുന്നൊന്നും ഈ ചേച്ചി ചെയ്യില്ല. എൻ്റെ ജീവിതമോ നശിച്ചു, എൻ്റെ മോളുടെ ജീവിതവും കൂടെ കൊട്ടിച്ചോറാക്കാൻ ഞാൻ ആരും അനുവദിക്കില്ല. ഇത് രാഹുലിന്റെ മെസ്സേജ് ആണല്ലോ. ഹലോ. ആ ഹലോ സ്മൃതി മോളെ, പുന്നാരനിയത്തിന്റെ വീഡിയോ ഉണ്ടല്ലോ അല്ലേ? എന്താ അവളുടെ ഒരു സ്ട്രക്ചർ. പെണ്ണെന്ന് പറഞ്ഞ ഇതാണ് പെണ്ണ്. കെട്ടുന്നവന്റെ ഒക്കെ ഒരു ഭാഗ്യം. രാഹുൽ, നിർത്തടി. നീ നേരത്തെ കുറെ പ്രസംഗം വെച്ച് കാച്ചിയായിരുന്നല്ലോ അവളുടെ ഒരു ഭർത്താവ്. ഇപ്പൊ എവിടെ പോയിട്ട് നിന്റെ ചാങ്കൂറ്റം? മോളെ സ്മൃതി, നീ കളിച്ചത് ഈ രാഹുലിനോടാ. എനിക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്ന്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നിനക്കിപ്പോൾ മനസ്സിലായല്ലോ. നീ കരയാതെ. നീ കരഞ്ഞ ഈ രാഹുലേട്ടനെ സഹിക്കുവോ? എനിക്കറിയാടി, പത്തി വിടത്തി കൊത്താൻ നിൽക്കുന്ന പാമ്പിന്റെ തല നോക്കി വെട്ട. നിനക്ക് എവിടെ തൊട്ടാല പൊള്ളുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. രാഹുൽ പ്ലീസ്, എന്റെ കൊക്കു, അവളുടെ ജീവിതം നീ തകർക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കും. മോള് കരയുവാണോ? നിർത്തടി നിന്റെ മുതല കണ്ണീര്. ഇത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് നീ തന്നെയാണ്. ഇനി എന്തിനാ എനിക്ക് നിന്റെ ക്ലിപ്പിങ്? എനിക്കിത് മതി. നിന്നേക്കാൾ കൂടുതൽ മാർക്കറ്റ് നിന്റെ അനിയത്തിക്കായിരിക്കും. ശരി ശരി, കൗണ്ടൗൺസ് മതി. ഇത്രയ്ക്കൊന്നും ആവല്ലായിരുന്നു. നീ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ തുറപ്പിച്ചിട്ട് പുറത്തെടുത്തത്. ഇതുവരെ നിങ്ങളുടെ രണ്ടാളുടെ ക്ലിപ്പിങ്സും ഫോട്ടോസും ഒന്നും ആരും കണ്ടിട്ടില്ല, കാണുകയില്ല. ഒരു വട്ടം, ഒരേ ഒരു വട്ടം നീ എൻ്റെ ആഗ്രഹത്തിന് നിന്ന് തന്നാൽ മതി. ഇത് ഇനി ചെറിയായാൽ ഞാൻ ഇല്ലാതാക്കും. അല്ലെങ്കിൽ നിനക്കറിയാലോ, ഇതാവും നാളെ ഇന്റർനെറ്റിൽ പ്രചരിക്കാൻ പോകുന്ന ഹോട്ട് ന്യൂസ്. നല്ല കുട്ടി, അങ്ങനെ ചോദിക്കും. എൻ്റെ ആവശ്യം അതെന്താണെന്ന് നിനക്കറിയാമല്ലോ. ഹോട്ടൽ പാരഡൈസ്, റൂം നമ്പർ 103, 3 മണി. ഒരൊറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം എനിക്കറിയണം നിന്നെ. എനിക്ക് നീ അത് തന്നാ നിനക്ക് വേണ്ടത് ഞാൻ തരും. സമ്മതം, ഞാൻ വരാം. കുക്കു, എന്റെ മോള് ഇല്ല. എനിക്കെന്ത് പറ്റിയാലും എന്റെ മോക്കൊന്നും വരാൻ പാടില്ല. അവക്കൊന്നും വരാൻ പാടില്ല. എന്റെ കുക്കിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും?
ഒരിക്കലും അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. പ്രസവിച്ചല്ലാത്തേ ഉള്ളൂ എന്റെ മോൾ. ഞാൻ അവളെ കൊച്ചിലെ മുതൽ നോക്കി വളർത്തിയത്. അതെ, അവന്റെ ശല്യം ഇല്ലാതാകണം. എൻ്റെ കുക്കും കുടുംബം സന്തോഷമായിട്ട് ജീവിക്കണം. അതിനൊരാൾ ഒടുങ്ങണം. എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഓ, എന്നാൽ അങ്ങേര് ഇത് എന്ത് പണിയാ കാണിച്ചേ? കൈയെല്ലാം ചുവന്നു വന്നു. ഇങ്ങനെ ഡോക്ടർ തന്നെയാണോ അതോ വല്ല കല്ല് വെട്ടുവാണോ ജോലി? എന്തൊരു മാടൻ കൈയാ അത്. പിന്നെ അയാളെ പറഞ്ഞും കാര്യമില്ല, അങ്ങോട്ട് ചെന്ന് ഇരുന്ന് വാങ്ങിയതല്ലേ ഞാൻ. കാര്യം ആ മഴപ്പാറ്റെ കണ്ണിക്കണ്ട എനിക്ക് ചതുർത്ഥിയാണെങ്കിലും അയാളുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ കണ്ണിക്കണ്ട ദേഷ്യം, എന്നെ പിടിച്ച പഠിത്തം, അതൊക്കെ അയാളുടെ പാസ്റ്റിൽ എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയൊന്നും അറിയാ. ഓ, ഞാൻ എന്തിനാ അയാളുടെ കാര്യം ആലോചിച്ച് ബോധരാകുന്നത്? അങ്ങേരായി അങ്ങേരുടെ ലൈഫായി പോകാൻ പറ. ഈ ചേച്ചി എന്തോ ഈ ചിന്തിച്ചിരിക്കുന്നത്? എടി ചേച്ചി. എന്താ മോളെ, നീ ഇത് ഏത് ലോകത്തടി ചേച്ചി? നീ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുന്നത്? അതൊന്നുമല്ല. ചേച്ചി എന്തിനാ ഫുഡ് മുഴുവൻ കഴിക്കാതെ ഇറങ്ങിപ്പോയത്? നിരൂപേട്ടൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് വിശപ്പില്ലായിരുന്നു മോളെ. നീ ഓക്കെ അല്ലേടി ചേച്ചി? അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ. ഞാൻ എൻ്റെ റൂമിലോട്ട് പോവാ, നീ കിടന്നോ. കുക്കു, ഗുഡ് നൈറ്റ്. കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. ചേച്ചിയുടെ മുഖത്ത് വീണ്ടും ആ പേടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ അവൾ എന്തോ മറയ്ക്കുന്നുണ്ട്. ആ ഫോണ്, അതിലേക്ക് ഇങ്ങനെ അവളിങ്ങനെ തുരുതുര നോക്കുന്നുണ്ടായിരുന്നു. അതിലെന്തോ ഉണ്ട്, എങ്ങനെയൊന്നും അറിയാം. കുക്കു, എന്താ ഏട്ടാ? അത് പിന്നെ മോളെ സ്മൃതി എവിടെ? എന്താണോ കാര്യം? കുക്കു, നിനക്കറിയാലോ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പാരൻസ് ഞങ്ങളുടെ മാരേജ് തീരുമാനിച്ചത്. പരസ്പരം അറിയാനോ സംസാരിക്കാനോ സ്മൃതിക്കോ എനിക്കോ പറ്റിയിട്ടില്ല. ഇപ്പോഴേ ജോത്സ്യം വരാൻ പോകുന്നു. എല്ലാം വേഗത്തിൽ നീക്കുക പാരൻസ്. അതിനു മുമ്പേ എനിക്ക് സ്മൃതിയോട് ചോദിക്കണം അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. ഇഷ്ടമല്ലെങ്കിൽ ആ കുട്ടിയെ എൻ്റെ ലൈഫിലേക്ക് വലിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവളുടെ മനസ്സെന്താണെന്ന് അറിയണ്ടേ? ഈശ്വര, ഈ പാവ ഏട്ടനോട് ഞാനിപ്പോൾ എന്താ പറയാ? ഈ ഒരു സിറ്റുവേഷനിൽ ചേച്ചി നിരൂപേട്ടനെ കണ്ടാൽ ശരിയാവില്ല. കുക്കു, നീ ഒന്ന് സ്മൃതിയെ വിളിക്കോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ അവളോട്. ഏട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചിക്കും ഏട്ടനെ ഇഷ്ടമാണ്. അത് സ്മൃതി പറയട്ടെ കുക്കു. അത് തന്നെ പറയുന്നത്. ഏട്ടനൊന്ന് അടങ്ങ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറക്കണ്ട. വീട്ടുകാർ ജോത്സനെ വിളിപ്പിച്ച് എന്താന്ന് വെച്ചാൽ നോക്കട്ടെ. അതിനു മുമ്പ് നിങ്ങൾക്ക് പരസ്പരം അറിയണം. അതിനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം. അതുവരെ ഏട്ടനൊന്ന് വെയിറ്റ് ചെയ്യും. മോളെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡേറ്റ്. വാട്ട്? ഓ, ഞെട്ടണ്ട. എല്ലാം സെറ്റാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇപ്പം എൻ്റെ ഏട്ടൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. ചെല്ല്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാത്തിനും ഉടനെ പരിഹാരം കാണണം. ഈ കല്യാണം എന്ത് വില കൊടുത്ത് നടത്തണം. എനിക്കതിനിപ്പോൾ എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല. എൻ്റെ ചേച്ചിയെ കുത്തിപ്പറിക്കാൻ ഞാൻ ആർക്കും ഇട്ട് കൊടുക്കില്ല. കുക്കു, ചേച്ചി എവിടെ മോളെ? ചേച്ചി റൂമിലുണ്ടായിരുന്നല്ലോ ആൻറ്റി. ദേ വരുന്നു. സ്മൃതി മോളെ. എന്താ ആൻറ്റി? മോളൊന്ന് എൻ്റെ കൂടെ വരുമോ? ആൻറ്റിക്ക് മോളുടെ ഒരു ചെറിയ ഹെൽപ്പ് വേണം. ആൻറ്റി, പിന്നെന്താ, ദാ വരുന്നു. ഇതാ പറ്റിയ അവസരം. ചേച്ചിയുടെ ഫോൺ എടുത്ത് നോക്കാം. ഇവനെന്തിനാ ചേച്ചിയുടെ ഫോണിൽ വീണ്ടും മെസ്സേജ് അയക്കുന്നത്? അതിനൊന്നും മറക്കണ്ട. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് ചെയ്തോ, ഇല്ലെങ്കിൽ പൊന്നാര അനിയത്തിയുടെ കുളിസിയും നാട്ടുകാർ മുഴുവൻ കാണും. ഇവനിത് എന്തൊക്കെയാ പറയുന്നത്? ഒരു അടിയിൽ ഇത് ഒതുക്കാന്ന് ഞാൻ കരുതിയതാ. പക്ഷെ രാവിലെ നിന്റെ അടിവേരി പിഴുതെടുത്തിട്ട് ഇനി കൃതികാടും. ഈശ്വര, എൻ്റെ ഫോണ് ഇതെവിടെ പോയി? ചേച്ചി എന്താ ഈ തപ്പുന്നത്? ഫോണാണോ അതോ ആ ഫോണിലുള്ള എൻ്റെ വീഡിയോയോ? മോളെ, ഞാൻ അത് വേണ്ട, ഒന്നും പറയണ്ട.
അവൻ വീണ്ടും ഓലപ്പാമ്പ് കാണിച്ചപ്പം ചേച്ചി പതറിപ്പോയല്ലേ? മോളെ, ഞാൻ അവൻ എൻ്റെ ക്ലിപ്പിങ്സ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ ചേച്ചിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനത്. വേണ്ട, കരയരുത്. ഇത് നമ്മളായിട്ട് തുടങ്ങി വെച്ച പ്രശ്നം നമ്മളായിട്ട് തന്നെ തീർക്കും. ചേച്ചി അവനോട് വരാമെന്ന് പറഞ്ഞേക്ക്. ആ കുക്കു, അവനിനി വിളിക്കുമ്പോഴൊക്കെ എല്ലാം സമ്മതം എന്ന നിലയിൽ നിന്നാൽ മതി. അവന് കൊടുക്കേണ്ട പാഷാണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ തായ് വീട് വരെ ഇളക്കുന്ന കഷായം ഞാൻ അവനെ കൊണ്ട് കുടിപ്പിക്കും. മോളെ, നീ എന്ത് ചെയ്യാൻ പോവാ? അതിപ്പോൾ ചേച്ചി അറിയണ്ട. ഇനി അവൻ ചേച്ചിയുടെ ലൈഫിലേക്ക് വരില്ല, അത്രേ അറിഞ്ഞാൽ മതി. പക്ഷേ ചേച്ചി എനിക്കൊരു വാക്ക് തരണം. എന്താ മോളെ? എല്ലാം നല്ല രീതിയിൽ അവസാനിച്ച നിരൂപേട്ടനെ സ്വീകരിക്കുമെന്ന്. ഇനി ആ രാഹുൽ എന്ന നാറിയുടെ ഓർമ്മയിൽ ജീവിതം ഹോമിക്കില്ലെന്ന്. ഇതെനിക്ക് ചേച്ചി ചെയ്തു തരണം. വാക്ക്. ഇനി രാഹുൽ എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. നിരൂപേട്ടൻ്റെ സ്വന്തമാകാൻ ഞാൻ എല്ലാ രീതിയിലും ശ്രമിക്കും. ഇതെൻ്റെ കുക്കുവിന് ഈ ചേച്ചിയുടെ വാക്ക. എന്നാലും എൻ്റെ ജീവിതം നശിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനൊരു സാഹസത്തിന് നീ മുതിർന്നല്ലോടി ചേച്ചി. പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. അമ്മ തന്നെ ഞാൻ നിനക്ക്. നീ എൻ്റെ ആദ്യത്തെ കുഞ്ഞ്. ആ നിന്നെ ഒരാൾക്ക് മുന്നിലും പന്ത് തട്ടാൻ ഈ ചേച്ചി സമ്മതിക്കില്ല. ചേച്ചി കിടന്നോ, നാളെ ക്ലാസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ്. കുക്കു, നീ എന്താ മോളെ ചെയ്യാൻ പോകുന്നത്? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇയാളിതുവരെ ഉറങ്ങിയില്ലേ? ഒരു സോറി പറയണോ അയാളോട്? അല്ലെങ്കിൽ വേണ്ട, ഇപ്പം ചെന്ന് സോറി പറഞ്ഞാൽ അയാൾ എന്നെ തെറി പറഞ്ഞു വിടും. എത്രയും വേഗം ചേച്ചിയെ ഏട്ടനെ ഒന്നിപ്പിക്കണം. നാളെ സീമാൻഡിയുടെ വീട്ടിൽ പാല് വെച്ച് കഴിഞ്ഞ ഉടനെ ഈ ഡേറ്റിൻ്റെ കാര്യം എല്ലാവരോടും പറയണം. ചേച്ചി ഏട്ടനും കൂടെ ഒന്നിച്ച് പോയിട്ട് വരുമ്പോൾ ചെറിയൊരു സ്പാർക്കെങ്കിലും ഉണ്ടാക്കി അടിച്ചാലോ? പക്ഷെ ആ മഴപ്പാറ്റി എന്ത് ചെയ്യും? അങ്ങേരി ഇനി എൻ്റെ ഐഡിയക്ക് എതിർപ്പ് നിൽക്കുമെന്തോ? ഏയ്, ഇല്ലായിരിക്കും. ആ, നോക്കാം. പറ്റുമെങ്കിൽ അങ്ങേൻ്റെ പാസ്റ്റ് കൂടി ഒന്ന് കണ്ടുപിടിക്കണം. മാധുരി, ഇന്ന് കുക്ക് പറഞ്ഞത് വലുത് നീ കേട്ടോ? ഞാൻ ടീപ്പിസ്റ്റാണെന്ന് സഹിക്കാൻ വേണ്ടി എനിക്ക് ഞാൻ മനപ്പൂരാന്ന് പറയാതിരുന്നതാണോ? അല്ലെന്ന് നിനക്കറിയാമോ? അന്നത്തെ സാഹചര്യം അതായിപ്പോയി. എനിക്കറിയാം, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നിന്നെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇന്നെൻ്റെ ഒപ്പം നീയും ഉണ്ടായിരുന്നേനെ. നീ അല്ലാതെ മറ്റാരും ഈ നിരഞ്ജനി ജന്മ സ്നേഹിക്കാനാവില്ല മാതിരി. ഒരുപാട് നാളെ അടഞ്ഞു കിടന്ന വീടല്ലായിരുന്നോ? പാല് കാച്ചത് നന്നായി. ആഹാ, ചട്ടമ്പി കല്യാണി പോകാൻ ഇറങ്ങിയോ? ആ, പോവുക. കുറച്ച് ചട്ടമ്പിത്തരം കാണിച്ചിട്ട് വരാം. ഓഹോ, ആയിക്കോട്ടെ. എന്തേലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ കോളേജിലോട്ട് വിളിപ്പിച്ചേക്കരുത്. ഓ ഇല്ല, ഇനി വിളിപ്പിക്കുകയാണെങ്കിലേ ഞാൻ എൻ്റെ ജീവനങ്ങളെ കൊണ്ടുപോയിക്കോളാം. ആഹാ, അച്ഛനൊരു പണിയായി. ഇതെന്താ മോളെ കയ്യില്? ഇത് ചേച്ചിയുടെ ജാതക. ഇപ്പൊ ജോത്സ്യം വിളിച്ചായിരുന്നു. അവരുടെ ജാതകം ഇവിടെ എടുത്ത് വെച്ചേക്ക്. 2 ദിവസം കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് വരാമെന്ന്. ആണോ? അത് നന്നായി. ഒരു പോക്കൊഴിഞ്ഞ് കിട്ടി. കുക്കു, നീ ആരെയീ നോക്കുന്നേ? നിന്റെ ശത്രുവിനാണോ? ഏയ്, ഞാൻ വെറുതെ. അല്ല, ആളെവിടെ? അവൻ റെഡിയാവുക. ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോകുമല്ലേ? ഓ, അത് ശരിയാണല്ലോ, ഞാനത് മറന്നു. അല്ല, അത് നിങ്ങളുടെ തന്നെ ഹോസ്പിറ്റലല്ലേ? ആ മോളെ, ഞങ്ങളുടെ തന്നെയാ. ഞങ്ങൾ ഡൽഹിയിൽ സെറ്റിൽ ആയിരുന്നപ്പം നോക്കാനായിട്ട് ഇവരുടെ അമ്മാവനെ ഏൽപ്പിച്ചതാ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. ആ, നിങ്ങളൊക്കെ വലിയ വലിയ പുള്ളികൾ. സ്വന്തമായ ഹോസ്പിറ്റല്, ബിൽഡിങ്, ഇനി എന്തൊക്കെ ഉണ്ടോ എന്തോ. ഒന്ന് മിണ്ടാതിരിക്കടി. ഒരു നേരം വാടച്ചിരിക്കില്ല അവള്. ഓ, ഞാനൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ വരാം. അതെ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അച്ഛാ, നമ്മൾ എല്ലാവരും കൂടി ഏട്ടനെയും ചേച്ചിയും കെട്ടിക്കാന്ന് തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ഇതുവരെ ഇവരുടെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അത് ചോദിക്കണ്ടേ? ഡി മുതിർന്നവർ തീരുമാനിക്കും. നിങ്ങളത് കേട്ടാൽ മതി. എന്നെയൊക്കെ കെട്ടിച്ചു വിട്ടപ്പോൾ ആരും ഇതൊന്നും ചോദിച്ചിട്ടില്ല. അച്ഛൻ തീരുമാനിച്ചു, ഞാൻ അനുസരിച്ചു, അത്രേ ഉള്ളൂ. അയ്യടാ, ഇതിപ്പോൾ അമ്മയുടെ കാലമൊന്നും അല്ല. അതുപോലെ എൻ്റെ മുത്തച്ഛൻ ബാങ്ക് പീഡിയുടെ കാലവും അല്ല. ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും സ്വന്തം ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്.
അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ്റെ കഴുത്തിൽ തൂങ്ങാൻ ഇക്കാലത്ത് ആരെയും കിട്ടില്ല. മോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. കുട്ടികളുടെ അഭിപ്രായം നമ്മൾ ചോദിച്ചില്ല. ആദ്യം അവർക്ക് തമ്മിൽ ഇഷ്ടമാണോ എന്ന് അറിഞ്ഞിട്ട് മതിയായിരുന്നു ബാക്കിയെല്ലാം. ആ കറക്റ്റ്, അങ്കിളിന് ബുദ്ധിയുണ്ട്. ഡാ നിരൂപേ, നിനക്ക് സ്മൃതിമോളെ ഇഷ്ടമാണോ? അയ്യോ സീമാൻറ്റി, പൊട്ടത്തരം കാണിക്കല്ലേ. ഇവര് നേരെ ചൊവ്വ ഒന്ന് മിണ്ടിയിട്ട് പോലുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ പുറത്തേക്കൊന്ന് വിടാം. ഇവര് പരസ്പരം ഒന്ന് സംസാരിച്ച് വരുമ്പോഴേക്കും ഈ അണ്ടർസ്റ്റാൻഡിങ്ങും ലവും ഒക്കെ ഇവർക്ക് കത്തും. യു മീൻ എ ഡേറ്റ്? എക്സാക്ട്ലി. അത് കൊള്ളാവുന്ന ഒരു ഐഡിയ ആണ്. അയ്യോ അങ്ങനെയൊക്കെ എങ്ങനെയാ വിടുന്നേ കല്യാണം കഴിയാതെ? നാട്ടുകാരെന്ത് പറയും? ഓ, പുറത്ത് കറങ്ങാൻ പോകാനുള്ള ലൈസൻസ് ആണോ അമ്മേ കല്യാണം? ഒന്ന് പോയേ. പിന്നെ നാട്ടുകാരുടെ കാര്യം, അവരുടെ ചെലവിലാണോ നമ്മൾ ജീവിക്കുന്നത്? കല്യാണം വിളിക്കും, അവർ വരും, കൂടും, തിന്നും, കുറ്റം പറയും, പോവും. അല്ലാണ്ട് എന്തോന്ന് നാട്ടുകാർ. ആ അപ്പം ഇവര് രണ്ടാളും നാളെ ഒരു ഡേറ്റിന് പോയിട്ട് വരട്ടെ. ഓഹോ, മാക്രി കുഞ്ഞിന് ഇത്രയും വിവരം ഉണ്ടായിരുന്നോ? ഏട്ടാ, നമുക്ക് ഇറങ്ങിയാലോ? ആടാ ഇറങ്ങാം. അച്ഛാ, അമ്മേ, അങ്കിൾ, ആൻറ്റി, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ മക്കളെ, ഫസ്റ്റ് ഡേ അല്ലേ, ഓൾ ദ ബെസ്റ്റ്. കുക്കുമോളും വാ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാ പോകുന്ന വഴിയിൽ. എടി കാന്താരി, നീ ആള് കൊള്ളാലോ. ഇതൊക്കെ എന്ത് നിസ്സാരം. പിന്നെ നാളെ കൊണ്ട് എല്ലാം സെറ്റാക്കി ഒരു ബോണ്ട് ഉണ്ടാക്കാൻ നോക്കും രണ്ടുപേരും കൂടി. ഇല്ലേലേ ബോണ്ട് തിന്നേണ്ടി വരും രണ്ടുപേർക്കും കൂടി. എന്റെ പൊന്നെ, ഞാൻ നമിച്ചു. മോള് കാറിലോട്ട് കയറിക്കോ, ഏട്ടൻ പോയി പേഴ്സ് എടുത്തിട്ട് വരാം. തമ്പുരാട്ടിലൊന്നും നോക്കുന്നത് പോലും ഇല്ലല്ലോ. ഞാൻ തന്നെ ചൊറിയാം, ഞാനല്ലേ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയത്. ഹലോ മാക്രി മാഡം, ഇതെങ്ങോട്ടാ? ഒരു ചവിട്ട് നാടകം ഉണ്ടായിരുന്നു, എന്താ പോരുന്നോ? അയ്യോ, എനിക്കിപ്പോൾ തീരെ ടൈമില്ല. വേണേൽ സ്റ്റേജ് വരെ കൊണ്ടാക്കാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇയാൾക്കല്ല, എനിക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന്. പിന്നെ കുക്കു, അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഏതാ? കുട്ടിയോ? ഏത് കുട്ടി? ഒരു പെൺകുട്ടി. അതാരാ? ആ, നമ്മൾ 2 ദിവസം മുന്നേ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടില്ലേ? അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. എടി പോത്തെ, നമ്മൾ കണ്ടു ബസ് സ്റ്റോപ്പിൽ വെച്ച്. ജാക്കറ്റ് ഇട്ട ഒരു ചെറുക്കൻ നിന്നെ തട്ടിയപ്പോ സോറി പറഞ്ഞില്ലേ? ആ പറഞ്ഞു. ആ എങ്കിലേ അത് ഞാനാ. ഓഹോ, താനായിരുന്നല്ലേ. നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ അന്ന്? അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാ, മീനു. രണ്ടാൾക്കും മഴ വലിയ ഇഷ്ടമാണല്ലേ? അതല്ലേ വണ്ടിയിൽ നിന്ന് ചെളി തെറിച്ചപ്പം ഇത്രയ്ക്ക് തുള്ളിച്ചാടിയത്? ആ, അത് ചെയ്തത് നിങ്ങളായിരുന്നോ? ദുഷ്ടൻ, എന്റെ വെള്ള ചുരിദാർ നാറ്റിച്ചു. എന്താ? അതപ്പോ നിങ്ങളായിരുന്നല്ലേ? അതേലോ, ആ കുട്ടി മഴ നനഞ്ഞ് ഓടുന്ന കാര്യം പറയുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് കേട്ടായിരുന്നു. അതാ ഞാൻ നൈസായിട്ട് ഡ്രൈവറിനോട് പറഞ്ഞൊരു പണി തന്നത്. ഈശ്വര, ഇയാൾ എന്റെ കാലനാണോ? വാ പോകാം. കുക്കു, നിനക്ക് എവിടെ ഇറങ്ങേണ്ടേ? കോളേജ് ജംഗ്ഷൻ. ഓ, ഈ കുരുപ്പ് ഇതെവിടെ പോയി കിടക്കുകയാണോ എന്തോ ദൈവമേ. അവളെന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, അഞ്ജു. എടി കോപ്പേ, നീ ഇതെവിടെ പോയി കിടക്കാടി? എടി, ഞാൻ പ്രോജക്റ്റ് എഴുതി തീർത്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന് വരില്ല. ഇന്നത് വെക്കാതെ ക്ലാസ്സിൽ കയറണ്ടാന്നാ മിസ് പറഞ്ഞത്. ഒരു 5 മിനിറ്റ് മുന്നേ നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാനിവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുക. ഫസ്റ്റ് പീരീഡ് വേലായുധൻ സാറല്ലേ, അത് കഴിഞ്ഞ ആ താടകം മേഴ്സി കുട്ടി. ജീവൻ വേണേ നീ ചാടിക്കോ. ഈശ്വര, ഞാനത് ഓർത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാ? ആ പുള്ളിക്കാരിക്ക് എന്നെ കണ്ണിന് നേരെ കണ്ട അപ്പോൾ തുടങ്ങും ചൊറിച്ചില്. നീ എങ്ങനെയും മുങ്ങാൻ നോക്ക്. ആ, ഞാൻ നോക്കാടി, നീ ഫോൺ വെച്ചേക്ക്. എങ്ങനെയാ ദൈവമേ ഇവിടെ നിന്ന് ചാടുക? ആ, കിട്ടിപ്പോയി. അല്ലേലും പെമ്പിള്ളാർക്ക് ദൈവം അറിഞ്ഞു തന്നതാണല്ലോ, എപ്പോൾ വേദന വേണം അപ്പോൾ ഒരു വയറുവേദന. അമ്മാവ. ആഹാ, ഇതാര് നിരൂപ മോനോ? എന്നാ വന്നത്? ഹാ, അമ്മാവനിവിടെ ഉണ്ടായിരുന്നോ? അല്ല, നിരഞ്ജൻ മോനോ ഉണ്ടായിരുന്നോ? ഞാൻ പിന്നെ എവിടെ പോവാനാ? ഇതല്ലേ എന്റെ ലോകം. ഞങ്ങൾ വന്നിട്ട് 2 ദിവസമായി. അമ്മയും അച്ഛനും കൂടെ ഉണ്ട്. എന്നിട്ട് അവരെവിടെ? അവര് വീട്ടിലുണ്ട്. എന്റെ മക്കൾക്ക് സുഖമാണോ? അതെ അമ്മാവ, ഞങ്ങൾക്ക് സുഖം. അമ്മാവനോ? ആ, എനിക്ക് സുഖം. നിങ്ങൾ വന്നിട്ട് എന്താ തറവാട്ടിലോട്ട് വരാത്തത്? ഞങ്ങൾ ഉടനെ തന്നെ വരുന്നുണ്ട്. ഒരു ചെറിയ വിശേഷം പറയാനുണ്ട്. അതെന്തോ വിശേഷം? ആ, അതൊക്കെ വഴിയേ പറയാം. ഞങ്ങൾ ഇന്ന് മുതൽ ജോയിൻ ചെയ്യാം. ഇനിയിപ്പം ഡൽഹിയിലോട്ടൊന്നും പോകുന്നില്ല തിരിച്ച്. ആ ആ ആ അതെന്തായാലും നന്നായി, നല്ല കാര്യം. പിന്നെ അമ്മാവ, അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അത് അമ്മാവനൊന്ന് ശരിയാക്കിക്കണേ.
ആ ശരി മക്കളെ. മനു ഇപ്പം എവിടെയാ? അവൻ ഹൈദരാബാദിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ്. അമ്മാവ എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയി ജോയിൻ ചെയ്യട്ടെ? OP ടൈം തുടങ്ങാറായി. ആ മക്കളെ ചെല്ല്. അമ്മാവന് നമ്മൾ വന്നത് തീരെ ഇഷ്ടമായില്ല എന്നാ മുഖം കണ്ടറിയാം. പിന്നല്ലാതെ ഇത്രയും നാൾ സ്വന്തം പോലെ കരുതിയ ഹോസ്പിറ്റല് ഇപ്പൊ തിരിച്ചു തരണമെന്ന് ഓർക്കുമ്പോൾ ഒരു വൈറ്റ് ക്ലബ് ഞാൻ കാണാതിരിക്കുമോ? എന്നേട്ടാ ഞാൻ അങ്ങോട്ട് പോട്ടെ, പേഷ്യൻസ് വെയിറ്റിംഗ് ആയിരിക്കും. ആടാ ശരി, ഞാനും പോവുക. കുക്കു മോളെ എന്താ പറ്റി? അറിയില്ല ചേച്ചി, ഭയങ്കര വയറുവേദന. രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അതറിയില്ല ചേച്ചി, എനിക്ക് തീരെ സഹിക്കാൻ വയ്യ. ആ മോളെ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഈശ്വര, പണി പാളിയോ? ഇവിടെ നിന്ന് ചാടിയില്ലെന്ന് മഴിച്ച് മിസ് എന്നെ പറപ്പിക്കും. പോകുന്നതാ തൽക്കാലം നല്ലത്. ഹലോ അച്ഛ. മോളെ കുക്കുവിന് എങ്ങനെയുണ്ട്? അവക്ക് നല്ല വയറുവേദന അച്ഛ, നല്ല കരച്ചില്ല. ആണോ? എങ്കിലും മോള് നേരെ ജീവനങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. അവിടെ നിരൂപം നിരഞ്ജനം ഉണ്ടല്ലോ. ആ അത് ശരിയാണല്ലോ. ശരി അച്ഛ, ഞങ്ങൾ എന്നാ അങ്ങോട്ട് പോയിക്കോളാം. മോളെ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ശരി അച്ഛ. എന്താ ചേച്ചി? അച്ഛനാ വിളിച്ച. നിന്നെ നിരൂപേട്ടൻ്റെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ പോരെ? വേണ്ട, ഹോസ്പിറ്റലിൽ പോവാം. മിണ്ടാതിരുന്നു അവിടെ. ഓ എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എൻ്റെ ദൈവമേ. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ഇതിലും ഭേദം ക്ലാസ്സിൽ ഇരുന്ന് ചീത്ത കേൾക്കുന്നതായിരുന്നു. കുക്കു, നിനക്ക് എവിടെ വേദന? അടിവീട്ടിലല്ലേ? ആ ആ ആ അതെ. അപ്പൊ പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാം. ഓ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ ഞാൻ എന്തിവിടെ പ്രസവിക്കാൻ വന്നതാണോ? ഓ നിരൂപേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ. എക്സ്ക്യൂസ് മീ, ഗൈനക്കോളജിസ്റ്റ് ആരാ ഉള്ളത്? മാം, പുതിയൊരു ഡോക്ടർ ചാർജ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ നിരഞ്ജൻ. കൺസൾട്ടേഷൻ എഴുതട്ടെ? ആര്? ഒന്നുകൂടെ പറഞ്ഞേ. എടി നിരഞ്ജൻ. അയ്യോ, ലേഡീസ് ആരും ഇല്ലേ? ഇല്ല മാഡം, ലേഡി ഡോക്ടർ ലീവാ. നിങ്ങൾ ഡോക്ടർ നിരഞ്ജൻ എഴുതിക്കോ. ചേച്ചി ചേച്ചി വേണ്ട വേണ്ട, ആ കാലന്റെ കയ്യിലൊന്ന് കിട്ടിയാൽ ചിലപ്പോൾ അയാൾ കുടൽമാല വരെ എന്റെ പുറത്ത് ചാടിക്കും. അങ്ങനെയൊന്നുമില്ല, പറയുന്നത് അങ്ങ് കേട്ടാ മതി നീ. ഈശ്വര, എവിടെ എന്റെ വലിയേട്ടൻ? ഈ ചേച്ചി എന്നെ ആ കാലന്റെ മുന്നിൽ കൊണ്ടുപോയി ബീഫ് ഫ്രൈ ആയി വിളമ്പുമ്പോ എന്നെ ഒന്ന് രക്ഷിക്കണേ ആരെങ്കിലും വന്ന്. ആ ദേ ഇരിക്കുന്നു തേടിയ വള്ളി കാലി ചുറ്റി. എന്തോ വള്ളിയോ? എന്താ മോളെ? ആ വള്ളി. അല്ല, നിരൂപേട്ടൻ ദേ ഇരിക്കുന്നു കാഷ്വാലിറ്റിയിൽ. ഇങ്ങനെന്തിനാ ഈ പെമ്പിള്ളാരുടെ ഉള്ള ഇത്രയും അടുത്തിടപഴകുന്നത്? അവളുമാരാണെങ്കിൽ അങ്ങനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക. എന്താ ചേച്ചി, എന്താ ഈ പെറുവിറുക്കുന്നേ? ഏയ് ഒന്നുമില്ല, നീ വാ, അപ്പുറത്താ ഗൈനക്കിന്റെ OP. ചേച്ചി, എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് തിരിച്ചു പോയാലോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ കുറവുണ്ടെന്ന് കരുതി വീണ്ടും വേദന വന്നാൽ എന്താ ചെയ്യും? ഓ ഏത് നേരത്താണോ പിതാശ്രീക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ തോന്നിയത്. കുക്കു വാ, അടുത്ത ടോക്കൺ നമ്മുടെ. എടി, നീ ആ പുതിയ ഡോക്ടേഴ്സിനെ കണ്ടോ? എന്തൊരു ഹാൻഡ്സം അടി രണ്ടുപേരും. ഒറ്റ വാക്കി പറഞ്ഞ ചുള്ളന്മാര്. അതിലാ ENT ഡോക്ടർ ഉണ്ടല്ലോ, എന്ത് സ്ട്രീറ്റ് അടിയങ്ങേര്. മറ്റാളും വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടാളും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നത്. ആണോ? വെറുതെ അല്ല ഇന്ന് ഇത്രയും തിരക്ക്. ഞാൻ നോക്കിയപ്പോൾ പതിവില്ലാത്ത തിരക്കായിരുന്നു കാഷ്വാലിറ്റിയിൽ. പാടി, ഞാൻ ആ ENT ഡോക്ടറിനെ കണ്ടില്ല. ഒന്ന് മുട്ടി നോക്കാം. ഓ മുട്ടാൻ പോകുന്ന ഇവിളമാരെ മിക്കവാറും ഞാൻ തട്ടും. ഷോ ഇപ്പൊ ഞങ്ങളെ വിളിക്കും. എങ്ങനെയാ ഇവിടെ നിന്ന് മുങ്ങ? ഓ എന്നെ അങ്ങേരുടെ കയ്യിലെങ്ങാനും കിട്ടിയ ഉറപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടായതിന് പകരം വീട്ടും. ഓ ഈ നിൽക്കണ നിപ്പൻ ആവിയായി അങ്ങ് പോയെങ്കിൽ. അല്ല, ഇതെന്താ ഇത്രയും തിരക്ക്? ഇയാളിപ്പോൾ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. ഇടി, മായ ഡോക്ടറിനെ പോലെയല്ല, നല്ലൊരു കൊച്ചു ഡോക്ടർ വന്നേക്കുന്നത്. ഒരു പാവം ഡോക്ടർ. എന്ത് സ്നേഹത്തിലാണെന്നറിയാം ഓരോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓ പാവം, തനി സ്വഭാവം എനിക്കല്ലേ അറിയാലോ. അല്ല, ഇതെന്താ ഈ നേഴ്സുമാരും പെമ്പിള്ളേരൊക്കെ ഇതിലേ കിടന്ന് വട്ടം കറങ്ങുന്നത്? ഓ എന്തൊരു ലുക്കാണടി. ഇതൊക്കെയാണ് ഡോക്ടറെ ഞാൻ 24 മണിക്കൂർ ഹോസ്പിറ്റലിലായിരിക്കും. ഓ ഇവിടന്മാരൊന്നും ആമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? ഒലിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും. അങ്ങനെ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പണിയെടുക്കുന്നത് ഇവളന്മാർക്ക് സഹിക്കുന്നില്ലാന്ന് തോന്നുന്നു. ദേ, കൂടുതൽ ഒലിപ്പിക്കാൻ വന്ന ഒരു കുത്തു വെച്ചില്ല ഞാൻ. അല്ല, ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അയാൾ എൻ്റെ ഇനിമയല്ലേ? ഓ കുക്കു, ഹീസ് ഹിയർ എനിമി. കാം ഡൗൺ, കാം ഡൗൺ. ടോക്കൺ നമ്പർ 13. 2 ഓലക്കീറും വെള്ള തുണി എടുത്തോളൂ. എന്നെ മൂടാൻ ആ കാട്ടാളൻ എന്നെ വെട്ടിക്കണ്ടിച്ച് അടുപ്പിൽ വെക്കും.
കുക്കു വാ മോളെ. ആ ഏട്ടത്തി, ആഹാ നീയും ഉണ്ടായിരുന്നോ കൂടെ? ഞാനും ഉണ്ട്. എന്ത് പറ്റി മാക്കരി കുഞ്ഞിന്റെ മുഖത്തൊരു വാട്ടം? നിന്നെ ഞങ്ങൾ കോളേജിൽ വിട്ടതല്ലേ, പിന്നെന്താ ഇവിടെ? ആ നിരഞ്ജ, ഇവക്ക് നല്ല വയറുവേദന, അടിവയറ്റിലാണ് വേദന. അതുകൊണ്ട് പിന്നെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. ആണോടി? ഇങ്ങ് വന്നേ. എന്തിന്? ഞാനൊന്ന് നോക്കട്ടെ. എന്ത് നോക്കാൻ? അങ്ങനെ ഇപ്പൊ നോക്കണ്ട. ഓ എടി, നിന്റെ വയറുവേദനക്കുള്ള കാര്യം എന്താ നോക്കട്ടെ, ഇങ്ങ് വാ. ചെല്ലു കുക്കു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അങ്കിൾ എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നു. അപ്പോഴാ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന്. സ്മൃതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ, ഞങ്ങൾ ഏട്ടന്റെ ക്യാബിന്റെ മുന്നിലുണ്ടായിരുന്നു. കൺസൾട്ട് ടൈം ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരാത്തത്. അതൊക്കെ എങ്ങനെയാ മോളെ? പരിശോധനയ്ക്കിടയിൽ നമ്മളെയൊക്കെ നോക്കാൻ ആർക്കാ നേരം? എല്ലാ രോഗികളെ ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? അതവരുടെ ജോലിയല്ലേ ചേച്ചി, അതുകൊണ്ടല്ലേ. ആ, ഇതിനു മുമ്പും ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഞാൻ. അപ്പോഴൊന്നും ഇല്ലാത്ത തിരക്കാണ് ഇപ്പൊ ഇവിടെ, അതും കൂടുതൽ ലേഡീസ്. ആഹാ, കുക്കുവിന് എന്താ പറ്റിയത്? ഒന്നുമില്ല ഏട്ടാ, ചെറിയൊരു വയറുവേദന. ആ നിരഞ്ജ, നീ ഒന്ന് നോക്കാവളെ. എനിക്ക് നല്ലോണം നോക്കണമെന്നുണ്ട്, സമ്മതിക്കണ്ടേ? ഇയാളിത് എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. സ്മൃതി, താൻ്റെ കൂടെ വാ. അങ്കിള് വിളിക്കും. തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു അങ്കിള്. ഓ, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, ചാർജ് ഇല്ലാതാ. എങ്കിൽ ഏട്ടൻ്റെ കൂടെ ചെല്ല്, എന്നിട്ട് ഫോൺ ചാർജ് ചെയ്തോ. ഞാൻ പരിശോധിച്ച് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ ആയിട്ട് ഇവളെ അങ്ങോട്ട് വിട്ടേക്കാം. ഈശ്വര, എന്നെ ഈ തടവറയിൽ ഒറ്റക്കിട്ടാനുള്ള കടുവയുടെ സൈക്കോളജിക്കൽ മൂവ്. നിരൂപേട്ട സമ്മതിക്കില്ലേ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ. ആടാ, ഓക്കെ. സ്മൃതി വാ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഓഹോ, വരാൻ പറഞ്ഞാ വന്നാ മതി. ഇങ്ങോട്ട് വാടി. ഓ, എന്ത് രസമാ ചേച്ചിയും ചേട്ടനെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ. ആ വാ, ആ കട്ടിലേക്ക് കിടന്നോ. ഒന്ന് വിശദമായി പരിശോധിക്കണം. ഈശ്വര, തീർന്നു, ഞാൻ തീർന്നു. വാ വാ, പേഷ്യൻസ് കാത്തു നിൽക്കുക. നിന്നെ നോക്കിയിട്ട് വേണം അടുത്ത ആളെ വിളിക്കാൻ. സിസ്റ്റർ, ഇന്ന് ഡെലിവറിക്ക് വന്നിട്ടുള്ള ലേഡീസിന്റെ ലിസ്റ്റ് എടുത്തോണ്ടോ. ഓക്കെ ഡോക്ടർ. എന്തിനാ വാതിൽ അടയ്ക്കുന്നേ? തോർക്ക്. ആ തുറക്കാം, അതിന് സമയമുണ്ട്. നിങ്ങളിത് എന്തീ കാണിക്കുന്നത്? മര്യാദയ്ക്ക് വാതിൽ തീർക്കുന്നുണ്ടോ? ആ തുറക്കാം മാക്കറി കുഞ്ഞെ. നമ്മൾ ആമ്പിള്ളേർ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ആമ്പിള്ളേരോ? ആ, പെണ്ണിന്റെ രൂപവും ആണിന്റെ സ്വഭാവവും അല്ലേ നിനക്ക്? ഓ, എന്താ ഇയാൾക്ക് വേണ്ടത്? എന്താ ഇയാളുടെ ഉദ്ദേശം? ആ, ദുരുദ്ദേശം എന്തേ? അതിന് താനെന്തിനാ ഇങ്ങനെ അടുത്തോട്ട് വരുന്നത്? ദേ, അടുത്ത് വരരുത്, വന്നാൽ ഞാൻ ഒച്ച വെക്കും. ഒന്നും ചെയ്യില്ല, മര്യാദയ്ക്ക് അവിടെ കയറിയിരിക്കും ആ കട്ടില്. ഞാനൊന്ന് നോക്കട്ടെ എവിടെയാ വേദനയെന്ന്. എന്നെ ഇയാൾ നോക്കട്ടെ, ഞാൻ വേറെ ഡോക്ടറിനെ കാണിച്ചോളാം. വെരി സോറി, നിന്നെ ഞാൻ മാത്രമേ നോക്കൂ. ഇരിക്കട്ടെ അവിടെ. ഇവിടെയാണോ വേദന? അല്ല. ഇവിടെയാണോ? അപ്പൊ മാഡത്തിന്റെ വയറുവേദന ഒന്നുമില്ല, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ സത്യം പറഞ്ഞില്ലെങ്കിലും മയക്ക് വെടി കുത്തി ഞാൻ ഇവിടെ ഉറക്കി കിടത്തുന്നില്ല. വേണോ? അയ്യോ വേണ്ട, ഞാൻ പറയാം. ഇന്ന് കൂട്ടുകാർ വന്നില്ല ക്ലാസ്സിൽ. പിന്നെ ക്ലാസ് ആണെ കട്ട ശോകം. അപ്പം അവിടെ നിന്ന് ചാടാൻ വേണ്ടിയിട്ടൊരു നമ്പറായിരുന്നു. ചേച്ചി അച്ഛനും കൂടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ബെസ്റ്റ്, പഠിക്കാൻ വിട്ടാലേ പഠിക്കാൻ പോണം, അല്ലാണ്ട് ഇനി ഈ പണി കാണിക്കൂ നീ. ഇനി ചെയ്യൂല. സോറി. അത് വെറുതെ, നീ ഇനിയും ചെയ്യും. അല്ല, ഇത് ഞാൻ ഏട്ടത്തിയോട് പറയണോ? അയ്യോ വേണ്ട പ്ലീസ്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ വായിരിക്കുന്നത് നല്ലതുപോലെ കിട്ടും. ഇതിപ്പോ ഒരു പണിഷ്മെന്റ് തരാതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. സാരമില്ല, ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞോളാം. അയ്യോ പറയല്ലേ പ്ലീസ്. ഞാൻ എന്ത് വേണേലും ചെയ്യാം, കാല് പിടിക്കാം, പറയല്ലേ. ഓഹോ, എന്ത് വേണേലും ചെയ്യോ? ചെയ്യാം. എങ്കിലേ വിളിക്ക്, എന്നെ നിരഞ്ജനേട്ടാന്ന് വിളിക്ക്. അത് മര്യാദയ്ക്ക് വിളിക്കുന്നോ അതോ ഞാൻ പോയി പറയണോ? അയ്യോ വേണ്ട, ഞാൻ വിളിക്കാം. വിളി. അതിന് താൻ തന്നെ ഇങ്ങനെ അടുത്തോട്ട് വരുന്നേ? വിളിക്ക്. നിരഞ്ജനേട്ടാ.
എന്താ ഡോക്ടർ ഡോർ അടച്ചത്? ഇയാൾക്കൊരു പണി കൊടുത്താലോ? ഏട്ടാ, ചുണ്ടിൽ. ചുണ്ടിലോ? ചുണ്ടിലെന്താ? ഡോക്ടർ ഞാൻ പുറത്ത് നിൽക്കാം. എന്തുവാടി എൻ്റെ ചുണ്ടില്? ഒന്നുമില്ല, അത് ചുവന്ന പോലെ ഇരിക്കുന്നു എന്ന് പറയാൻ വന്നതാ. ഷോ, ആ നേഴ്സ് എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും. വേഗം വണ്ടി വിട്ടോ, ഗ്യാസ് കയറിയതാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ വിറ്റാമിൻ ടാബ്ലറ്റ്സ് കഴിച്ചോ, നിനക്ക് ചെറിയ വിളർച്ചയുണ്ട്. എങ്കിൽ പോട്ടെ ഏട്ടാ. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓഹോ, പിശാചെന്നെ നാറ്റിച്ചു. ഡോക്ടർ അതാരാ? ഡോക്ടറുടെ വുഡ് ബി ആണോ? സിസ്റ്റർ അടുത്ത ആളെ വിളിക്ക്. ഇനി പേഷ്യൻസ് ഇല്ല? ഇല്ല ഡോക്ടർ, കഴിഞ്ഞു. ഇനി 4 മണിക്കാ അടുത്ത ഒപ്പി. ആ, എന്നാ ശരി, താൻ പൊയ്ക്കോ. ഓക്കെ ഡോക്ടർ. ഡോ, താൻ ആ ജ്യൂസ് ഇതുവരെ കുടിച്ചില്ലേ? ആ നിരൂപേട്ട, കുടിക്കാം. താൻ എന്തിനാണോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? കുക്കുവിൻ്റെ കാര്യം ഓർത്തിട്ടാണോ? അവക്കൊന്നുമില്ല, നിരഞ്ജൻ നോക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയൂ. ആ നിരൂപേട്ട, ചോദിക്കേ. തനിക്ക് ജലസ് അടിച്ചില്ലേ? എന്താ? ഞാൻ പേഷ്യൻസിന്റെ കൂടെ സംസാരിക്കുന്ന കണ്ടിട്ട്. ജലസോ? എനിക്കോ? നിരൂപേട്ടന് തോന്നിയതാ. ഓഹോ, അതിന് ഏട്ടനെന്തിനാ ഇങ്ങനെ അടുത്തോട്ട് വരുന്നത്? നിനക്ക് ജലസ് അടിച്ചില്ല? ഈശ്വര, ഇങ്ങനെ ഇതിനുള്ള പുറപ്പാടാ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. രക്ഷപ്പെട്ടു. യെസ്, എന്താടോ? ഒരാള് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നു. അതിന് ഒപ്പിട്ടാൻ കഴിഞ്ഞല്ലോ. ആ ഡോക്ടർ റിസൾട്ട് ഒന്ന് കാണിക്കാനാന്നാ പറയുന്നത്. ആ, വരാൻ പറ. ഹായ് ഡോക്ടർ. ഹായ്, ഇരിക്കടോ. താങ്ക് യു ഡോക്ടർ. അല്ല, ഇതാര്? സ്മൃതിയോ? ഇവൻ ഇത് ഇവിടെ ഇരിക്കാതെ ഇത് എവിടെ പോവാ? സ്മൃതി, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഡാ അജു, ഓർമ്മ ഉണ്ടോന്നോ? ഓ, ഏതവനവൻ. നീ അങ്ങ് ആള് മാറി സുന്ദരി കുട്ടിയായല്ലോടി. ഒന്ന് പോടാ കളിയാക്കാതെ. നീ എന്താ ഇവിടെ? ഇവൻ എന്തിനാ ഇവളെ സുന്ദരി കുട്ടി എന്നൊക്കെ വിളിക്കുന്നത്? അവൾ എൻ്റെ പെണ്ണല്ലേ, ഞാനല്ലേ അങ്ങനെ വിളിക്കേണ്ടത്? ഓ, ഈ മാങ്ങാത്തലേനെ ഞാൻ. ഞാൻ അമ്മയുടെ സ്കാൻ ചെയ്ത റിപ്പോർട്ട് ഒന്ന് ഡോക്ടറിനെ കാണിക്കാനായിട്ട് വന്നതാ. അല്ല, നീ എന്താ ഇവിടെ? അടാ അത് പിന്നെ. ഹലോ മിസ്റ്റർ, ഞാനാണ് ഡോക്ടർ. എന്നെ കാണാനായിട്ടില്ലേ താൻ ഇങ്ങോട്ട് വന്നത്? ഓ സോറി ഡോക്ടർ, പെട്ടെന്ന് സ്മൃതിയെ കണ്ടപ്പോൾ ഞാനും അവളും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഡിഗ്രി വരെ ഒരുമിച്ചായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ ഗൾഫിൽ പോയി. പിന്നെ ഇപ്പോഴാണ് ഇവിടെയെന്ന് കാണുന്നത്. അതെ, താൻ റിസൾട്ട് കാണിക്കാൻ വന്നതല്ലേ, അതാദ്യം കാണിക്കേ. ആ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നിലവിലെ ടാബ്ലറ്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ശരി, വിട്ടോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ആ സ്മൃതി, നിന്റെ നമ്പർ എന്താ? ഞാൻ വിളിക്കാം. ഓ, ഇവൻ എൻ്റെ പെണ്ണിൻ്റെ നമ്പർ തന്നെ വേണം. ഇവിടെ എനിക്ക് പോലും ഇല്ല അവളുടെ നമ്പർ. ആടി, ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാം. നിരൂപേട്ട, കുക്കുമോളെ കാണുന്നില്ലല്ലോ. ആ, അവള് വരും. ഇതിപ്പോ സമയം ഒരുപാടായല്ലോ. എന്നാലേ ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. നിൽക്കടി അവിടെ. നിരൂപേട്ട, നീ എന്തിനാ അവന് നിന്റെ നമ്പർ കൊടുത്തത്? നിരൂപേട്ട, അവനെന്റെ ഫ്രണ്ടാ. എന്ത് ഫ്രണ്ടായാലും എനിക്കിഷ്ടപ്പെട്ടില്ല. നിരൂപേട്ട, സോറി സോറി സോറി, ഞാനൊന്നും കണ്ടില്ല. കാണാനായിട്ട് ഒന്നും നടന്നില്ല. മോളെ എന്തായി? ചേച്ചി, എനിക്കൊന്നുമില്ല, ഗ്യാസ് കയറിയതാ, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഓ, അത്ര ഉണ്ടായിരുന്നോളും. ഞാനിങ്ങ് പേടിച്ചു പോയി. എന്നാ വാ, നമുക്ക് പോവാം. എങ്ങോട്ട്? വീട്ടിലോട്ട്. ഏയ്, ഞാൻ വീട്ടിലോട്ടില്ല, എന്നെ കോളേജിലാക്കിയാൽ മതി. കോളേജിലോ? നിനക്ക് വയ്യാത്തതല്ലേ? അതിനെനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി. ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു പേപ്പർ പ്രസൻറ്റേഷൻ ഉള്ളതാ, എൻ്റെ സി മാർക്കിൻ്റെ കാര്യം, അതല്ലേ. എന്നാ ഓക്കെ. നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചേച്ചി, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഈ മരുന്ന് മേടിച്ചിട്ട് വരാം. ആ ചേച്ചി. ഏട്ടാ, എന്തായിരുന്നു ഇവിടെ രണ്ടുപേരും തമ്മിൽ ഒരു ഡിങ്കോൾഫി? എന്ത് ഡിങ്കോൾഫി? ഏട്ടാ, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ കണ്ടു നൈസായിട്ട് ചേച്ചിയുടെ കൊച്ചുകള്ളൻ. മിണ്ടാതിരിക്കടി കാന്താരി. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല, ഞങ്ങൾ വെറുതെ. ഓഹോ, വെറുതെ. ഏട്ടാ, അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണല്ലേ ചേച്ചീനെ. ഒന്ന് പൊടി. എന്റെ പൊന്നേ, ദേ ബ്ലഷ് അടിക്കുന്നു. എനിക്ക് വയ്യ. ഏട്ടാ, ഇങ്ങനെ ബ്ലഷ് അടിക്കാതെ കണ്ടു നിൽക്കുന്ന എനിക്ക് വരെ ബ്ലഷ് അടിക്കുന്നു. അപ്പോഴേ
നാളത്തെ ഡേറ്റിന്റെ കാര്യം എന്തേ? ഡേറ്റ്? എന്ത് ഡേറ്റ്? ആ അത് പിന്നെ നാളത്തെ ഡേറ്റ് എന്തുവാന്ന് ഏട്ടാ ചോദിക്കുമായിരുന്നു. ഓ അങ്ങനെ, എന്നാ പോയാലോ? നിരുപേട്ട, ഞങ്ങൾ എന്നാ അങ്ങോട്ട്? ഏട്ടൻ വൈകിട്ടാ പോവരാ? ആ, ഞാൻ വരാം വൈകിട്ടാവും. എനിക്ക് 4 മണിക്ക് ശേഷം ഊപ്പിയുണ്ട്. നിരഞ്ജൻ ഉച്ചവരെ കാണുമെന്ന്. അപ്പോൾ ഓക്കെ ഏട്ടാ, ഞങ്ങൾ പോവാം. ഷേ, എനിക്കിതെന്താ പറ്റിയത്? സ്മൃതിനെ കാണുമ്പോൾ എനിക്ക് എന്താ എൻ്റെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? ഷേ, അവൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? എന്നാ ചേച്ചി പോയിക്കോ, ഞാൻ വൈകിട്ട് എത്തിക്കോളാം. നീ ഒറ്റയ്ക്ക് വരുമോ അതോ ഞാൻ വിളിക്കാൻ വരണോ? വേണ്ട ചേച്ചി, ഞാൻ വന്നോളാം. ശരി, ശ്രദ്ധിച്ചോണേ, ഗുളിക കഴിക്കാൻ മറക്കല്ലേ. സോറി ചേച്ചി, ചേച്ചിയോട് ഞാൻ കള്ളം പറഞ്ഞു. എനിക്ക് പോകേണ്ടത് കോളേജിലല്ല, അവനെ കാണാനാ. ആ ചെറ്റേനെ ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കും ഞാൻ. ലോക്ക് ചെയ്തിട്ടില്ല മോളെ, ഇങ്ങ് കയറി പോര്. ഹലോ. നീയോ? ആ, അതെന്താ രാഹുലേട്ടാ, ഇഷ്ടായില്ലേ? സ്മൃതിക്ക് പകരം കൃതിക്കാ വന്നത്, എന്തേ? നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? ഇറങ്ങി പോടി. അതെന്ത് പറച്ചില്ല രാഹുലേട്ടാ, നമുക്ക് കരാറിൽ ഒപ്പിടണ്ടേ? ചേച്ചിക്ക് വരാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, അതുകൊണ്ട് ഞാൻ വന്നു. പിന്നെ എൻ്റെ ക്ലിപ്പിങ്സും സ്ട്രക്ചറും ഒക്കെ അല്ലേ രാഹുലേട്ടൻ അങ്ങ് ഇഷ്ടമായത്, അപ്പോൾ പിന്നെ ഞാനല്ലേ ഇങ്ങോട്ട് വരേണ്ടത്? നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. ചേച്ചി അനിയത്തി കൂടി എന്നെ പൊട്ടനാക്കാൻ ഇറങ്ങിയിരിക്കുവാണോ? ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ രാഹുലേട്ടന്? ഞങ്ങളെക്കാളും ബുദ്ധിയില്ലേ? ഏട്ടനെ പൊട്ടനാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അത് ഏട്ടൻ ഓൾറെഡി ആയിക്കഴിഞ്ഞല്ലോ. നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങി പോകുന്നതാണ് എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ ചേച്ചിക്ക് വെച്ച വലയിൽ നീ കുടുങ്ങും. ഓഹോ, ആണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ആ, ഇങ്ങനെ നിന്നാലെങ്ങനെയാ? വാ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഒന്ന് സ്നേഹിച്ചു പോയി ആ പാവം, ഒന്ന് മോഹിച്ചു പോയി. അതിന് നീ എൻ്റെ ചേച്ചിയെ ഒരുപാട് അങ്ങോട്ട് വേദനിപ്പിച്ചു. ആ വേദനയൊക്കെ പലിശ സഹിതം നിനക്ക് തരാൻ വേണ്ടിയാ ഞാനിങ്ങോട്ട് വന്നത്. നീ എന്താണ് ചെറ്റെ വിചാരിച്ചത്? നീ ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിച്ച ഉടനെ ഞാനും എൻ്റെ ചേച്ചിയും പേടിച്ചതിൻ്റെ എല്ലാം നിന്റെ കാൽ കീഴിൽ കൊണ്ട് വെക്കുമെന്നോ? നിനക്ക് വേണ്ടി പായ വിരിക്കുമെന്നോ? നിന്നെപ്പോലെ ഒരു ചൊറി പിടിച്ച നായയോടൊപ്പം കിടക്കേണ്ടി വരുന്നതിനേക്കാളും ഭേദം അന്തസ്സായിട്ട് പൊട്ട കെട്ടി ചാടിച്ചാവുന്നതാണ്. എങ്കിൽ പോയി ചാവടി എല്ലാം കൂടെ. എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആഹാ, ചാവണം. അതിന് അർഹതയുള്ളവർ വേണം ചാവാൻ. നിന്നെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല, പക്ഷെ നിനക്കുള്ള പട്ടയ്ക്ക് തീ കൊളുത്തിക്കൊണ്ടാണ് നായെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഡീ, നീ അധികം സ്മാർട്ടൊന്നും ആവണ്ട. ആയാല് നീ ഇത് കണ്ടോ? നിന്റെ ചേച്ചിയുടെ സകലതും ഈ ലോകം മുഴുവൻ കാണും. ആണോ? കാണിക്കോ നീ? ആ, കാണിക്കും. എങ്കിൽ നീ പോയി കാണിക്കടാ. ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ കൊണ്ടുപോയി ഇന്റർനെറ്റിലിട്. ഡാ മോനെ രാഹുലെ, നീ ഇത് ഇന്റർനെറ്റിലിട്ടാൽ ഞങ്ങൾക്കൊരു പുല്ല് സംഭവിക്കില്ല. നീ കേട്ടിട്ടില്ലേ, നനഞ്ഞ പിന്നെ കുളിരില്ലാന്ന്? പക്ഷെ ഞാനിത് ഇന്റർനെറ്റിലിട്ട മോനെ, നിനക്ക് വായിക്കലിടാൻ വീട്ടുകാർക്ക് നിന്റെ പൊടി പോലും കിട്ടില്ല. വീരനായകന്റെ പ്രണയലീലകൾ ദാ കാണട നാറി. അത് സിറ്റി പോലീസ് കമ്മീഷണറിന്റെ ഒരേ ഒരു അനിയത്തി, ഡിസ്ട്രിക്ട് കളക്ടറിന്റെ അനന്തരവൾ, മന്ത്രി മാധവ മേനോന്റെ അരുമപുത്രി. അറിയാലോ, സ്വപ്ന മേനോൻ. ഈ കൊച്ചിനെ വെറുതെ ഒന്ന് കമന്റ് അടിച്ചതിന് അവന്റെ കഴുത്തിൽ കുടൽമാല ചാർത്തിയ ആൾക്കാരാ ഈ മേൽ പറഞ്ഞ 3 പേരും. അപ്പോ ഇതൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയുള്ള അവസ്ഥ അല്ല നിന്റെ അവസ്ഥ. അയ്യോ, എനിക്കിതൊന്ന് ഓർക്കാനേ വയ്യ. ആവാസ് നീച്ച്, ശബ്ദം ഉയർത്തരുത്. നീയുമായി ചേച്ചി റിലേഷനായി എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയി. നിന്റെ ചിത്രത്തരം എനിക്കറിയാവുന്ന പോലെ അവൾക്കറിയില്ലല്ലോ. എല്ലാം ഞാൻ അറിഞ്ഞു വന്നപ്പോഴേക്കും അവൾ നിന്റെ വലയിൽ കുടുങ്ങി കഴിഞ്ഞിരുന്നു. എൻ്റെ ചേച്ചി ഒരു പാവമായതിൻ്റെ പേരിൽ നിനക്ക് എന്തു ആവാന്ന് കരുതിയോ? പക്ഷേ അവൾക്കൊരു അനിയത്തിയുള്ള കാര്യം നീ അങ്ങ് മറന്നു. മോനെ രാഹുലെ, അവൾ എൻ്റെ ചേച്ചിയാ. അവളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കാൻ ഞാനുണ്ട്. നിനക്കാരുണ്ടടാ നാറി? നിന്റെ അനിയത്തി പോലും നിന്റെ ഒപ്പം നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി നീ എന്ത് ചെയ്യും? എനിക്കൊന്ന് കാണണം. ഇതിൻ്റെ 7 നെഗറ്റീവ്സ് എൻ്റെ കയ്യിലുണ്ട്, പിന്നെ വേറൊന്നുണ്ട്, അതാണ് ഹൈലൈറ്റ്. നീ ആ മെസ്സേജ് ഒന്ന് എടുത്ത് നോക്ക്. എന്താടി ഇതൊക്കെ? എന്തേ ഞെട്ടിയോ? നല്ല വീഡിയോ അല്ലേ? അതിലെ ചെറുക്കന് നിന്റെ അതേ മുഖം. പിന്നെ പെണ്ണിനെ നിനക്കറിയാലോ, ഞാൻ ഇപ്പൊ പറഞ്ഞ കുട്ടി. നിനക്കെന്താ വേണ്ടത്? യാ, ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം.
പെണ്ണെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ മാത്രമുള്ള സാധനം എന്ന് കരുതുന്ന നിന്നെയൊക്കെ ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നാലേ ശരിയാവുള്ളൂ. മോൻ ഒട്ടും കരുതിയില്ലല്ലേ നീ കളിച്ച അതേ നാണയത്തിൽ വേറൊരു കളി. സാരമില്ല, പോട്ടേട്ടോ. ഈ ഫോണും മെമ്മറി കാർഡും എല്ലാം ഞാനിങ്ങ് എടുക്കുക. എന്തായാലും ഞാൻ തല്ലിയതിൻ്റെ നീരിളകാൻ 2 ദിവസം എടുക്കും. അപ്പോൾ മോൻ റെസ്റ്റ് ചെയ്യട്ടോ. ഡീ, നീ ജയിച്ചു എന്ന് കരുതണ്ട. കരുതുന്നില്ല, നിനക്കുള്ള മറ്റൊരു സാധനം കൂടി ഞാൻ ഒരുക്കുന്നുണ്ട്. വന്ന് ഒപ്പിട്ട് വാങ്ങിയേക്കണേ. പിന്നെ ഡച്ചറ്റെ, ഞാൻ മര്യാദയ്ക്കൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എൻ്റെ ചേച്ചിയുടെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ഞങ്ങളുടെ ആരുടെയെങ്കിലും ലൈഫിലേക്ക് എത്തി നോക്കാനെങ്കിലും നീ ശ്രമിച്ച. ഇപ്പം നിന്റെ മൂലാധാരം മാത്രമേ ഞാൻ കലക്കിയെടുത്തിട്ടുള്ളൂ. അടിയാധാരം കലക്കാനും ഈ കൃതിക്കൊക്കെ അറിയാം. ഇത് സ്മൃതിയല്ല, കൃതിക്കാണ്. അത് ഓർമ്മ വേണം നിനക്ക്. പിന്നെ നീ ഈ പണ്ടത്തെ കാലത്തുള്ള നമ്പറൊക്കെ മാറ്റി പിടിക്കണേ രാവിലെ. ഇത് നൂറ്റാണ്ട് വേറെയാടാ, പെണ്ണും വേറെയാ. ഇപ്പോഴത്തെ പെമ്പിള്ളാരെ ഇങ്ങനെയൊന്നും വീഴ്ത്താൻ പറ്റില്ല കേട്ടോ. ഇനി നീ തല പൊക്കാൻ നോക്കിയ ചോദ്യവും പറച്ചിലുമില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബിവെയർ ഓഫ് മീ. ഗുഡ് ബൈ. ഇവനിട്ട് 2 പൊട്ടിച്ചപ്പോഴേക്കും ആകെ വിയർത്ത് ഞാൻ. നിരഞ്ജനേട്ടൻ